ഡിജിറ്റൽ വിപ്ലവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത് ട്രെൻഡിനനുസരിച്ചുള്ള പഠനവും ഉറപ്പാക്കണ്ടേ? വേണം. ഇനി പഠനം ഉറപ്പാക്കാൻ ടെക് ലോകത്തെ രാജാക്കന്മാർ മലപ്പുറത്തിന്റെ മണ്ണിലും എത്തി. ഫോൺടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഫോൺ ടെക്നോളജി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരളത്തിലെ പ്രമുഖ സ്മാർട്ട് ഫോൺ സാങ്കേതിക പരിശീലന സ്ഥാപനമായ ഫോൺടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഫോൺ ടെക്നോളജിയുടെ പുതിയ സംരംഭം പെരിന്തൽമണ്ണയിലും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. പെരിന്തൽമണ്ണ ജൂബിലി പട്ടാമ്പി റോഡിൽ പ്രവർത്തനമാരംഭിച്ച സംരംഭം പെരിന്തൽമണ്ണ ക്ലീൻ സിറ്റി മുനിസിപ്പൽ മാനേജർ വത്സൻ ടി.കെ നാടിന് സമർപ്പിച്ചു. ലാബ് ക്ലാസ് റൂം സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ റഫീഖ് ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മയും അതേപോലെ ഈ പറയുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ എന്നുള്ള രീതിക്ക് ഇപ്പോൾ അത് പ്രാധാന്യം കൂടുതലാണ്. ആ കൂടുതലിൻ്റെ അനുസരിച്ചിട്ട് നമ്മൾ ആ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകൾ കൊടുക്കുകയാണ് ഫോൺടെക് എഡ്യൂക്കേഷൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളൊരു 10 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയാണ്. നമുക്ക് മൊത്തത്തിൽ കേരളം ഇപ്പോൾ 4 ബ്രാഞ്ചുകളാണുള്ളത്. ഇപ്പം മലപ്പുറം ഇപ്പോൾ ഓപ്പണായി. നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഡിവൈസാണ്, നമ്മൾ ഓരോരുത്തരുടെയും കയ്യിലിരിക്കുന്ന ഡിവൈസാണ് മൊബൈൽ ഫോൺ. അപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അവരെ ഒരു വെൽ ട്രെയിൻഡ് ടെക്നീഷ്യൻ ആക്കുക എന്നുള്ളതാണ് തൊഴിൽ. അത് ഏത് രാജ്യത്ത് എവിടെ പോയാലും ജോലി ഉറപ്പാണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ എന്നുള്ള രീതിയിൽ ഈ കോഴ്സുകൾ 22 മാസത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൽ പങ്കെടുക്കുന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ സ്റ്റുഡൻസിനും ജോബ് പ്ലേസ്മെൻറ്റ്സ് ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഓഫറുകളാണ് ഇന്ത്യയിലും വിദേശത്തുമായിട്ട് ഈ ഒരു മേഖലയ്ക്ക് സാധ്യതകളുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു സംശയമില്ല, 20ഓളം ബാച്ചുകളെ ഒരേ സമയം 20 സ്റ്റുഡൻസ് വരുന്ന 20ഓളം ബാച്ചുകളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്ന ഒരു വലിയൊരു സംരംഭമായിട്ടാണ് ഫോൺടെക് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. മൊബൈൽ മേഖലയിൽ പുതിയ ടെക്നോളജിയുമായി വന്നിട്ടുള്ള ഫോൺടെക് എന്ന സ്ഥാപനം പെരിന്തൽമണ്ണക്ക് മാത്രമല്ല, പെരിന്തൽമണ്ണക്ക് വളരെ വലിയൊരു മുതൽക്കൂട്ടാണ്. ചടങ്ങിൽ BNI മലപ്പുറം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ, ഫോൺടെക് ഫൌണ്ടർ അഖിൽ, പെരിന്തൽമണ്ണ ഫോൺടെക് ഡയറക്ടർ ജംഷാദ്, ഫോൺടെക് ജനറൽ മാനേജർ രതീഷ്, അസിസ്റ്റന്റ് മാനേജർ രഞ്ജിത് കുമാർ, പെരിന്തൽമണ്ണ നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ MB ഫസൽ, സ്ഥിരം സമിതി ചെയർപേഴ്സൺ അമ്പിളി മനോജ്, മുനിസിപ്പൽ കൌൺസിലർമാരായ മൻസൂർ നെച്ചിയിൽ, പച്ചേരി സുബൈർ, ചമയം ബാപ്പു, C ബാബുരാജ് തുടങ്ങി നിരവധി പ്രമുഖരും സംബന്ധിച്ചു. അതിവേഗം വളരുന്ന സാങ്കേതിക മേഖലയിൽ ജോലിക്ക് തയ്യാറായ ഒരു ചിപ്പ് ലെവൽ എഞ്ചിനീയറായി നിങ്ങളെ മാറ്റുന്നതിനായി സർക്കാർ അംഗീകൃത കോഴ്സുകളാണ് ഫോൺടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഫോൺ ടെക്നോളജിയിൽ ഒരുക്കിയിട്ടുള്ളത്. തുടക്കക്കാർക്കും പരിചയസമ്പന്നരായ ടെക്നീഷ്യന്മാർക്കും പ്രായോഗികവും തൊഴിലധിഷ്ഠിതവുമായ പരിശീലനം നൽകി അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാൻ കേരളത്തിലെ സാങ്കേതിക സേവന പരിശീലനം നൽകുന്ന മുൻനിര സ്ഥാപനമായ ഫോൺടെക് എഡ്യൂക്കേഷനിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഫാക്കൽറ്റികളുടെ സേവനമാണ് വിദ്യാർത്ഥികൾക്കായി ലഭ്യമാക്കുന്നത്. വർഷങ്ങളുടെ വൈദഗ്ധ്യവും സർട്ടിഫിക്കേഷനും ഉപയോഗിച്ച് കരിയർ ആരംഭിക്കുവാനായി 100% പ്ലേസ്മെന്റ് പിന്തുണയും എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പായ തൊഴിൽ നിയമന സഹായവും ഫോൺടെക് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്മാർട്ട് ഫോൺ ടെക്നോളജിയിൽ നിന്നും നൽകുന്നുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൈകിട്ട് നടന്ന പരിപാടിയിൽ ഇൻഫ്ലുവൻസറും സോഷ്യൽ മീഡിയ രംഗത്ത് തൊപ്പി എന്നും അറിയപ്പെടുന്ന മുഹമ്മദ് നിഹാദിനും സംഘത്തിനും വലിയ വരവേൽപ്പാണ് നൽകിയത്. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ വെച്ച് നറുക്കെടുപ്പിലൂടെ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും നടത്തി. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം എന്നിവിടങ്ങളിലും ഫോൺടെക്കിന്റെ മറ്റു സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്.